കാനനവാസനാണ് അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ കാനനപാത താണ്ടിയുള്ള അയ്യപ്പ ദർശനം ഏറെ പുണ്യമായാണ് തീർത്ഥാടകർ കരുതുന്നത്. വന്യജീവികളുടെ ശല്യം ഏറെയുള്ള പാതയാണ് പുല്ലുമേട് വഴിയുള്ള 7 കിലോമീറ്റർ. എങ്കിലും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള തീർത്ഥാടകർ ശബരീശ ദർശനത്തിനായി ഈ പാത തിരഞ്ഞെടുക്കും. കാനനപാത താണ്ടി അയ്യനെ വണങ്ങുക എന്ന ആചാരം പാലിക്കാനാണിത്. ഈ അയ്യപ്പൻ്റെ പൂങ്കാവനം തൊട്ടറിയാനും അത് ആസ്വദിച്ചു വരാനും അയ്യപ്പൻ്റെ യഥാർത്ഥ അനുഗ്രഹം നമ്മൾക്ക് കിട്ടാനും ആ പുൽമേട് തന്നെയാണ് നല്ലതെന്ന് തോന്നി. ഇത്രയും യഥാർത്ഥത്തിൽ ടഫാണ് എങ്കിലും അയ്യപ്പൻ ലയിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ വേദനയെല്ലാം മറന്ന് നമ്മളത് മറ്റൊരു ലോകത്തിൽ പോകുന്ന പോലെ. ഇതുവഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയിൽ വനപാലകർ പോലും ഒപ്പമുണ്ടാകാറില്ല. പുൽമേടിന്റെ തുടക്കത്തിലുള്ള പോലീസ് വനംവകുപ്പ് എയ്ഡ് പോസ്റ്റുകളാണ് ഏക ആശ്രയം. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ പാതയിലേക്ക് ഭക്തരെ കടത്തിവിടാറുമില്ല. കുപ്പിവെള്ളം പോലും പ്ലാസ്റ്റിക് കുപ്പിവെള്ളം പോലും മേപ്പോട്ട് അനുവദനീയമല്ല. 2-3 ഫോറസ്റ്റുകാരുടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, വെള്ളം നമുക്ക് എപ്പോഴും കിട്ടുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ പാതയിലൂടെ തീർത്ഥാടകർക്ക് സുരക്ഷിതമായി സന്നിധാനത്തെത്തുന്നതിനായി ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഹരിഹരൻ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പൂർണ്ണമായും നടപ്പായിട്ടില്ല. ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഇതുവഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. ക്യാമറ പേഴ്സൺ വിഘ്നേഷിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, സന്നിധാനം.